നമസ്കാരം. ഹലോ, സന്ധ്യ റൈസ് മിൽ. കേടാ, കേൾക്കണില്ല. ചെവിയല്ലേ? അറിയാം അറിയാം. പിന്നെന്തിനാ ഇതോട് വെച്ചേക്കണത്? ഒട്ടന്മാർക്ക് കളിക്കാനാ. പൊട്ട നിന്റെ തന്ത. എവിടെ അമർത്തിയാലും അടിക്കാന്ന് നോക്കായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ എവിടെ അമർത്തിൽ അടിക്കുമെന്ന്? അയ്യോ സാറുമാര് ചിരിക്കല്ലേ, ചിരിച്ചാ വായിന്നാ മുത്തുകൾ വീഴും. എടാ നിന്റെയൊക്കെ പെടലേക്ക് പിടിച്ച് ഞെക്കാനുണ്ടല്ലോ, വായിന്ന് കോഴികൾ പോവും. മനസ്സിലായോ? ആ കാശിന് വകയില്ല, വലിയ കാമുകന്മാര്. കൂട്ടുകാരോട് ഒന്ന് പറഞ്ഞേരെ, എട്ടും മുട്ടും തിരിയാത്ത പെങ്കൊച്ചിനോട് വേണ്ടാതിനം കാണിച്ചാലേ കോലും മുട്ടും തല്ലി ഓടിക്കുമെന്ന്. എല്ലാത്തിന്റെയും വൈകാതെ ഞാനിത് തിരിച്ചു കൊടുക്കും. ആയിക്കോട്ടെ. മുരളി, കള്ളനെ കിട്ടി. മനു കൃഷ്ണൻ സാറും പ്രസിഡന്റും മുരളിയുടെ ഒരു ചെരുപ്പ് മോഷ്ടിച്ചോണ്ട് വന്നോന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പറയണോന്ന് പലവട്ടം കരുതിയതാ. പക്ഷേ ഇക്കാര്യം പുറത്താരോടെങ്കിലും പറഞ്ഞ ഒന്ന് കൊക്കയിൽ എറിയൊന്നും മനുകൃഷ്ണൻ സാറ് പറഞ്ഞു. ചാവാനുള്ള പേടി കൊണ്ടാ ഇതുവരെ ആരോടും പറയാതിരുന്നത്. ജോലി പോയാ പോട്ടടാ, ഇനി ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല. ഇക്കാര്യത്തിൽ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ട്. കൈയും കാലും ഉണ്ടെങ്കിൽ എങ്ങനെയും ജീവിക്കാന്നുള്ള ചങ്കൂറ്റുണ്ടപ്പ ഞങ്ങൾക്ക്. നീളവും വീതി വെച്ച് നോക്കുമ്പോ ഡിഗ്രി സർട്ടിഫിക്കറ്റിനേക്കാൾ ചെറുതാടാ ഡ്രൈവിംഗ് ലൈസൻസ്. 8 പേരടങ്ങുന്ന ഒരു കുടുംബത്തെ എന്റെ അച്ഛൻ അതുകൊണ്ടാടാ പോറ്റിയെ. സേതുബന്ധനം തീർത്തത് ശ്രീരാമനല്ല, ഹനുമാനാ. നീ ധൈര്യമായിരിക്കടാ, ഞങ്ങളുണ്ട് കൂടെ. ഒന്നും വേണ്ട, ഒക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എന്തൊക്കെ ത്യാഗം ചെയ്താലും ആത്മഹത്യ ചെയ്ത് എന്റെ അമ്മയെ തിരികെ തരാൻ പറ്റില്ലല്ലോ. പേടിക്കണ്ട, ഇനി ഇതൊരു പ്രശ്നമാവില്ല. ഞാൻ സ്വയം സഹിച്ചോളാം. നിരപരാധിത്വം ബോധ്യപ്പെടുത്തേണ്ടത് എന്റെ അമ്മയെ മാത്രമായിരുന്നു. എനിക്കുറപ്പുണ്ട് ആ അമ്മയുടെ ആത്മാവിനോട് പൊറുക്കും. എനിക്കത് മതി. അത് പോരാ, ഇവിടെ തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിവിടെ തന്നെ